نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുന്നു. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവുമായി മുന്നേറുവാൻ, അത് മുഖേന സ്വർഗലോകത്തിന് അർഹരായി തീരുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചുവിടുക മാത്രമല്ല, ഈ ലോകത്തെ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ദിശാബോധം നൽകുവാൻ വേണ്ടി മഹാന്മാരായ ദൂതന്മാരെ അവൻ തെരഞ്ഞെടുത്ത് അയച്ചുകൊണ്ടിരുന്നു എന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് വിചാരണക്ക് നേരിടുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്കിതൊന്നും പഠിപ്പിച്ചു തരാനും ഞങ്ങളെ ഇതൊന്നും ഉത്ബോധിപ്പിക്കാനും ആരും വന്നില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരാൾക്കും പ്രതിബന്ധം ബോധിപ്പിക്കുവാനോ ഒഴികഴിവ് പറയുവാനോ സാധ്യതയില്ലാത്ത നിലക്ക് അല്ലാഹു അവന്റെ ഉത്ബോധനത്തെ ലോകത്തിന്റെ മുമ്പിൽ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അതാണ് അല്ലാഹു പ്രവാചക നിയോഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ധാരാളക്കണക്കിന് മുർസലുകൾ, പ്രവാചകന്മാരെ ലോകത്ത് വന്നത് റസൂലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ അർ-റുസുൽ. അല്ലാഹു തആല ദൂതന്മാരെ, പ്രവാചകന്മാരെ അവൻ അയച്ചുകൊണ്ടിരുന്നു. എന്താണ് ആ പ്രവാചകന്മാർ ഈ സമൂഹത്തിലേക്ക് ഉത്ബോധിപ്പിച്ച ഉത്ബോധനങ്ങളുടെ ആകത്തുക എന്തായിരുന്നു? മുബശ്ശിരീന വമുൻദിരീന. പ്രവാചകന്മാരഖിലവും ജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്ന സന്മാർഗത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ പാരത്രികമായ ലോകത്ത് നിങ്ങൾക്ക് സൗഭാഗ്യപൂർണമായ ജീവിതം ലഭിക്കുമെന്ന് സന്തോഷം അറിയിക്കുന്നവരായിരുന്നു. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കൊണ്ട് ജീവിച്ചാൽ കഠിന കഠോരമായ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിക്കൊണ്ടാണ് മഹാന്മാരായ ദൂതന്മാരെ ലോകത്തേക്ക് വന്നത്. അല്ലാഹു ആ ദൂതന്മാരെ അയച്ചതിന്റെ ലക്ഷ്യം പറയുന്നു, ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹ്,
അല്ലാഹുവിന്റെ മുമ്പിൽ ജനങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. ഹുജ്ജത്തിന് ഇനി ഒരു തെളിവ് പറയാൻ ബഅദർ റസൂൽ, പ്രവാചകന്മാർക്ക് ശേഷം ഞങ്ങൾക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ, ഞങ്ങളെ ഇതാരും പഠിപ്പിച്ചു തന്നില്ലല്ലോ എന്ന് അല്ലാഹു നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ റബ്ബേ നീ എന്തിന് ഞങ്ങളെ ശിക്ഷിക്കുന്നു, നീ എന്തിന് ഞങ്ങളെ കഠിനകഠോരമായി പീഡിപ്പിക്കുന്നു, നീ നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ എന്നൊരു സംസാരത്തിന് ഇടയില്ലാതിരിക്കാൻ അല്ലാഹു കാലെ കൂട്ടി തന്നെ ഓരോ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് എന്നിട്ടുണ്ട്. അതിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് നിയുക്തനായത്. അന്ധകാരങ്ങൾ നിറഞ്ഞിരുന്നിരുന്ന ഒരു നാട്ടിലേക്കാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. മനസ്സുകളിൽ നിറയെ അന്ധവിശ്വാസങ്ങൾ ഭരിച്ചിരുന്ന ഒരു സമൂഹം, ശിർക്കിന്റേതായ ഏറ്റവും വലിയ ആളുകളായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് നിയുക്തനാകുന്നത്. അതുപോലെ തന്നെ മനസ്സിൽ കാരുണ്യമില്ലാത്ത ഒരു പറ്റം ആളുകൾ, ഒരു നിലക്കുമുള്ള സ്നേഹവും പ്രകടിപ്പിക്കാൻ അറിയാത്ത പല രൂപത്തിലുള്ള കാട്ടാള സ്വഭാവമുള്ള ആളുകൾ, പരിക്കൻ മനുഷ്യന്മാർ, ഇണക്കമെന്തെന്നറിയാത്തവർ, യുദ്ധക്കൊതിയന്മാർ, ലഹരിയുടെ ആളുകൾ, അതുപോലെ തന്നെ തോന്നിവാസത്തിന്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും സർവ്വരൂപത്തിലുള്ള പരിധികൾക്കും അപ്പുറത്ത് മേഞ്ഞു നടന്നിരുന്ന ഒരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗമനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ സ്ഥാനത്ത് സത്യവിശ്വാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. അധർമ്മങ്ങളുടെ മുമ്പിൽ ധർമ്മം എന്താണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അനീതിക്കെതിരെ നീതിയുടെ ശബ്ദവുമായി അവിടുന്ന് വരികയാണ്. അങ്ങനെ രാജ്യത്ത് നിലനിന്നിരുന്ന സകല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അധാർമികതകൾക്കും അരാജകത്വങ്ങൾക്കും അശ്ലീലതകൾക്കും അനീതികൾക്കുമെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു ലോകത്തിന് ഏറ്റവും വലിയ വെളിച്ചം പകരുവാൻ നിമിത്തമായ സതുപദേശങ്ങളും നിർദ്ദേശങ്ങളുമായിക്കൊണ്ട് ഇന്നും മാനവ സമൂഹം നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്നതും പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. സഹോദരങ്ങളെ, അതിന് നിമിത്തമായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗമാണ്. അവിടുത്തോടുള്ള സ്നേഹവും കടപ്പാടും സത്യവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കേവലം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയുന്നത് കൊണ്ട് മാത്രമാവില്ല, തുടർന്നുകൊണ്ട് അതിന്റെ പാതിയായ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിശ്ചയം മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്നുകൂടി സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് തന്റെ റബ്ബിനെയാണ്. ആ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ആ റബ്ബ് അയച്ച ദൂതനെ സ്നേഹിക്കുക. ആ റബ്ബ് നമ്മിലേക്ക് അയച്ചു തന്നിട്ടുള്ള വേദഗ്രന്ഥത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അവിടുന്ന് എന്താണോ പരിചയപ്പെടുത്തിയതെങ്കിൽ അത് തന്റെ ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കുക. റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അവിടുന്ന് നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. സ്വന്തത്തെക്കാൾ സ്നേഹിച്ചാലേ വിശ്വാസമുണ്ടാവുകയുള്ളൂ എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ ദൂതൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദേഹങ്ങളെക്കാളും അവർക്ക് കടപ്പെട്ടവരാണ്. എന്താണ് പറയുന്നതിന്റെ ഉദ്ദേശം? സ്വന്തത്തെക്കാളും റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. അത് മറ്റൊരു ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഹത്താ യകൂന ഹവാഹു, അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ മോഹങ്ങളുമൊക്കെ ആയിത്തീരുവോളം ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് പിൻപറ്റുന്ന നിലക്കാവണം. അതാണ്
സ്വന്തത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടമല്ല എനിക്ക് വലുത്, എന്റെ ശരീരം എന്നോട്, എന്റെ മനസ്സ് എന്നോട് പലതിനും പ്രേരിപ്പിച്ചേക്കാം. നീ അത് കണ്ടോളൂ, നീ ഇത് കേട്ടോളൂ, നീ ഇതിലൂടെ സമ്പാദിച്ചോളൂ, നീ ഇത് ഭക്ഷിച്ചോളൂ, നീ ഇന്ന മേഖലയിൽ പ്രവർത്തിച്ചോളൂ, നീ ഇങ്ങനെ സുഖിച്ചോളൂ, നീ ഇങ്ങനെ ജീവിച്ചോളൂ എന്നൊക്കെ എന്റെ മനസ്സെന്നോട് പറയും. അതേ ശൈത്താനെന്നോട് പലതും ഉപദേശിക്കും. അവിടെയൊക്കെ മാറിയിരുന്നുകൊണ്ട് അല്ല, എന്റെ ഇഷ്ടമല്ല വലുത്, ഞാൻ എന്നേക്കാൾ സ്നേഹിക്കേണ്ടത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വദേഹങ്ങളെക്കാളും അവരേറ്റവും കൂടുതൽ കടമപ്പെട്ടത്, ഏറ്റവും കൂടുതൽ അവർക്ക് ബാധ്യതയുള്ളത് അവരിലേക്ക് സന്മാർഗത്തിന്റെ ദീപവുമായി കടന്നു വന്നിട്ടുള്ള അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ്. സ്വന്തത്തേക്കാൾ മാത്രമല്ല ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന, ഞാനായിത്തീരുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വൗലിദിഹി, അവന്റെ സന്താനങ്ങളെക്കാളും, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വരെക്കാളും, സർവ്വ മനുഷ്യരെക്കാളും പ്രവാചകനായ ഞാനൊരാളിലേക്ക് ഇഷ്ടപ്പെട്ടവനായി തീരുവോളം നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ എന്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഇഷ്ടങ്ങളെക്കാൾ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളോട് എനിക്ക് കൂറുണ്ടാകണം. എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും താല്പര്യങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശങ്ങളോട് എനിക്ക് കൂറുണ്ടാവണം. എന്റെ സന്താനങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തോടായിരിക്കണം. അല്ല, ലോകം മുഴുവനും എനിക്കെതിരായിരുന്നാലും, മഹാഭൂരിപക്ഷം എനിക്കെതിരായിരുന്നാലും, ഞാൻ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തോട് എനിക്കതിനേക്കാളൊക്കെ കൂറുണ്ടാകണം, സ്നേഹമുണ്ടാകണം. ഈ നിലക്ക് സ്നേഹം സ്വന്തത്തെക്കാളുപരി, മാതാപിതാക്കളെക്കാളുപരി, മക്കളെക്കാളുപരി, അയൽവാസികളെക്കാളുപരി, കൂട്ടുകാരെക്കാളുപരി, നാട്ടുകാരെക്കാളുപരി, സർവ്വരെക്കാളും ഉപരി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും കൂറും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചാലല്ലാതെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്നേഹത്തിന്റെ പ്രകടനം ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചുരുങ്ങേണ്ടതല്ല, ഏതെങ്കിലും ഒരു മാസത്തിൽ ചുരുങ്ങേണ്ടതല്ല, ഒരു വർഷത്തിലെ പകുതി മാസങ്ങളിൽ ചുരുങ്ങേണ്ടതുമല്ല, ഒരു വർഷത്തിൽ മാത്രം നടത്തി ബാക്കി വർഷങ്ങളിൽ ഉപേക്ഷിക്കേണ്ടതുമല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ, അലിഫ് മുതൽ യാ വരെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം ലോകത്ത് മുഴുവനും അതാ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന്റെ കൂടെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വറഫഅനാ ലക ദിക്റക, വറഫഅനാ ലക ദിക്റക, നിന്റെ സ്മരണയെ, നിന്റെ പേരിനെ നാം ഉയർത്തി തന്നില്ലയോ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്നുണ്ട്. അതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, വദമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു. ഇലാഹായ അല്ലാഹു റബ്ബുൽ ആലമീൻ തന്റെ പേരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിനെ കൂട്ടി ഇണക്കി ചേർത്ത് വെച്ചത് നീ കണ്ടില്ലേ? ഇവിടെ ഇദാ ഖാല ഫിൽ ഖംസ്, 5 നേരമത അൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നയാള് അഷ്ഹദു എന്ന് പറയുന്ന ഉടനെ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും വിശ്വാസികൾ ജീവിക്കുന്ന, താമസിക്കുന്ന സർവ്വസ്ഥലങ്ങളിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിഞ്ഞ ഉടനെ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതേ ബാങ്കുകളിൽ അതുണ്ട്, ഇഖാമത്തിൽ അതുണ്ട്, നിസ്കാരത്തിൽ അതുണ്ട്, എല്ലാ സന്ദർഭങ്ങളിലും അതുണ്ട്. ആ
നിലക്ക് അത്യുന്നതമായ ഒരു പേര്, ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ ഒരു ആദരവിന് അർഹനാകുന്ന നിലക്ക് ലോകം മുഴുവൻ മികച്ചു നിൽക്കുന്ന മഹനീയമായ നാമം അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറയപ്പെട്ടു. എന്തുകൊണ്ട്? ആ അല്ലാഹുവോടുള്ള സ്നേഹം, അല്ലാഹു റബ്ബുൽ ആലമീനിനോടുള്ള നമ്മുടെ സ്നേഹം അല്ലാഹു ഉടനെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിൻപറ്റിക്കൊണ്ടാണ് പ്രകടിപ്പിക്കേണ്ടത് പോലും. അല്ലാഹുവിനോടുള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച് ആദരിച്ച് പിൻപറ്റുന്നത് മുഖേനയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ നബിയേ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയേ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. നിങ്ങൾ എന്നെ പിൻപറ്റണം, എങ്കിലേ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു വരും. അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യാതെ ഞാൻ ഖുർആൻ ഓതിക്കോളാം, ഞാൻ ഖുർആൻ മാത്രം നോക്കി ജീവിച്ചോളാം, ഞാൻ അഹ്ലുൽ ഖുർആന്റെ ആളാണ്, വേറെ എന്ത് ഹദീസ്, ഖുർആനോട് ഉന്നതമായ മറ്റെന്താണുള്ളത്, ഹദീസുകളൊന്നും എന്നോട് പറയണ്ട എന്ന് പറയുന്ന ഖുർആൻ മാത്രം അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് നിഷേധികൾ, അതല്ലെങ്കിൽ ആ നിലക്കുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റി അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും ഏത് നിലക്ക് സ്വീകരിക്കണം? ഖുർആൻ പറഞ്ഞതുപോലെ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസിയാവുകയില്ല. ഒരാൾക്ക് സത്യവിശ്വാസിയാകാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ടല്ലാതെ ഹത്താ യുഹക്കിമൂക, നിന്നെ അവർ വിധികർത്താവാക്കുന്നത് വരെ നിന്റെ തീരുമാനമായിരിക്കണം അവരുടെ തർക്ക വിഷയങ്ങളിലെ അന്തിമ തീരുമാനം. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ നാട്ടിലെന്താണ് ഭൂരിപക്ഷം എന്നല്ല നോക്കേണ്ടത്, അതുപോലെ തന്നെ സ്വാധീനമുള്ളവരെവിടെയാണെന്നല്ല നോക്കേണ്ടത്. ഹത്താ യുഹക്കിമൂക, നിന്നെയാണവർ അന്തിമ വിധികർത്താവായി സ്വീകരിക്കേണ്ടത് അവർക്കിടയിൽ തർക്കമുണ്ടാകുന്ന വിഷയത്തിൽ. അങ്ങനെ അവർക്ക് നിന്റെ തീരുമാനം ഒരു വിഷയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ മനസ്സുകളിൽ തോന്നാനേ പാടില്ല ഹറജം മിമ്മാ ഖദൈത, നീ വിധിച്ച നിന്റെ തീരുമാനത്തോട് ഒരൽപ്പം പോലും നീരസമോ വിഷമമോ തോന്നാതെ വയസല്ലിമോ തസ്ലീമാ, സമ്പൂർണമായ നിലക്കങ്ങ് അനുസരിച്ചോളണം. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ ദൂതൻ തന്നെയാണ്. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ഇക്കാലഘട്ടത്തിൽ അങ്ങനെ ആളുകളോട് പറയാൻ പറ്റാത്തതാണ്. അത് അന്ധവിശ്വാസമാണ്, അത് മോശത്തരമാണ്, അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ അങ്ങനെ പറയാനോ അങ്ങനെ പ്രചരിപ്പിക്കാനോ പോകണ്ട എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ച, സഹാബത്ത് വിശ്വസിച്ച, താബിഊകൾ ആദരിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി തന്നെ താനും അത് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഞാനതിന്റെ മുമ്പിൽ വിനയാന്വിതനാണ്, ചോദ്യം ചെയ്യൂല, ഞാനൊന്നിനെയും പരിഹസിക്കൂല. അവിടുന്ന് പഠിപ്പിച്ച ഒരു നിയമങ്ങളോടും എനിക്ക് ഇരട്ടത്താപ്പില്ല. കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ, കൊണ്ടുവന്നത്
നിങ്ങൾ സ്വീകരിക്കൂ, വിരോധിച്ചതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കൂ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനത്തെ അന്തിമ തീരുമാനമാകണം. അതല്ല ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാൻ പോലും ഇടമില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല തന്നെ. നമ്മൾ ശരിക്കും അടിവരയിട്ടും മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന ആയത്തുകളാണ്. നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, സ്നേഹം, അത് ശരിയാവണമെങ്കിൽ പറഞ്ഞ നിബന്ധനകളാണിതൊക്കെ. എന്താണല്ല പറയുന്നത്? ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല തന്നെ. എന്ത്? അള്ളയും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തിൽ ഞങ്ങളൊന്ന് സ്വന്തം ആലോചിക്കട്ടെ, ഒന്ന് തീരുമാനിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറയുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞത് മുഴുവനും സ്വീകരിക്കണം. അതല്ല, എനിക്ക് ചിലതൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, അതെനിക്ക് എന്നോട് പറയണ്ട, അത് ഞാൻ സ്വീകരിക്കുകയില്ല, അത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല, ആ നിയമം ഈ കാലഘട്ടത്തിൽ ഫിറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോടൊരു മറ്റൊരു നയമാണോ സ്വീകരിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവോട് ആ നിയമമേ ലോകത്തേക്ക് വഹയിലൂടെ റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിനെ ധിക്കരിക്കലാണ്, റസൂലുള്ളാഹിനെ ധിക്കരിക്കലാണ്. വമൻ യഅസില്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ ഫഖദ് ضل ضلالا മുബീനാ, അവൻ ഏറ്റവും വ്യക്തമായ വഴിപിഴവിലേക്കാണ് പതിച്ചു പോയിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ സ്നേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാ ഹബീബിനോടുള്ള സ്നേഹം, അതാണ് അവിടുത്തോടുള്ള മഹബത്ത്. അവിടുന്ന് ജീവിച്ചതുപോലെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ഒന്നിനെയും ചോദ്യം ചെയ്യാതെ അവിടുത്തോടുള്ള സ്നേഹം. അതെന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു. മറ്റേതോ ഞാൻ കേട്ടോളാ, പക്ഷെ ആലോചിക്കണം, കേൾക്കും ഞാൻ, പക്ഷെ അനുസരിക്കൂല, ധിക്കരിക്കും ഞാൻ എന്നാണ് പറയുന്നതെങ്കിൽ അത് സ്നേഹമല്ല, അത് കുഫറാണ്, അത് കുഫറാണ്. അതാണ് ഏറ്റവും വലിയ വഴികേടെന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് എന്ത് വേണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാസത്തിലല്ല, എല്ലാ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്റെ നേതാവാണ്, എന്റെ ആത്മീയ ഗുരുവാണ്, എന്റെ ആത്മീയ നേതാവാണ്, ചോദ്യം ചെയ്യപ്പെടാതെ ഞാൻ അന്തമായി അനുകരിക്കേണ്ടുന്ന നേതാവാണ്. അങ്ങനത്തെ ഒരു നേതാവ് വേറെ ഇല്ല. ആ നിലക്ക് അവിടുത്തോടുള്ള സ്നേഹം. കാരണം അവിടുത്തേക്ക് അല്ലാഹു തആല ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. അല്ലാഹു അവന്റെ അടിമയുടെ മേൽ അവതരിപ്പിച്ചു കൊടുത്തവനാണ് സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ. എന്തിനു വേണ്ടി? ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ഇലന്നൂർ, പ്രകാശത്തിലേക്ക് നയിക്കാൻ. വഇന്നല്ലാഹ ബികും, നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് ലറഊഫുർ റഹീം, ഏറെ കാരുണ്യമുള്ളവനും വാത്സല്യമുള്ളവനുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്തു തന്നിരിക്കുന്നത്. അവൻ ഏറ്റവും നമ്മോട് കരുണയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ് എന്നതുകൊണ്ടാണ് ഇരുട്ടിൽ തപ്പാതെ വഴി എന്തെന്നറിയാതെ ഈ ലോകത്തിങ്ങനെ നടക്കാൻ സമ്മതിക്കാതെ എന്തു വേണം, നിങ്ങൾക്കിതാ നേർവഴി, ഇതാണ് നേരിന്റെ പാത എന്ന് നിശ്ചയിച്ചു തരാൻ നിങ്ങൾക്ക് ദൂതന്മാരെ അല്ലാഹു തആല അയച്ചു തന്നത്. അതുകൊണ്ട് ആ നിലക്ക് അല്ലാഹു നമുക്ക് ചെയ്തിരുന്ന അനുഗ്രഹങ്ങളോട് ഏറ്റവും കൂടുതൽ കാരുണ്യവും സ്നേഹവും ആ നിലക്ക് റബ്ബിനോടുള്ള ശുക്ർ മനസ്തുതിയും നമ്മുടെ പ്രവൃത്തി പദത്തിൽ തെളിയിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തെ മനസ്സിലും പ്രവർത്തനത്തിലും വാക്കുകളിലും നോക്കുകളിലും എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله.
أما بعد فاتقوا الله عباد الله. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹവും അവിടുത്തെ കുറിച്ച് ഓർമ്മകൾ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവിടുത്തെ നാമം കേൾക്കുന്ന അവസരത്തിൽ പോലും വളരെ ആദരവോടുകൂടി മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതാണല്ലോ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഗുണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നാം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗുണം ചെയ്യും. പിന്നെ നാം ഇത് ചൊല്ലുന്നത് എന്തിനാണ്? അതെ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആ ഒരു തവണത്തെ തേപ്പത്തിലൂടെ തന്നെ അല്ലാഹു നമുക്ക് 10 ഗുണമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ പാരിത്രികമായ മോക്ഷത്തിന് വേണ്ടി, നമ്മുടെ ഖൈറിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ, അവിടുത്തെ പേര് കേൾക്കുമ്പോഴെല്ലാം സ്വലാത്തിന് ചോദിക്കേണ്ടതുണ്ട്. ഒരു സദസ്സിൽ ഞാൻ പറയപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്തിന് ചോദിക്കാത്തവൻ പിശുക്കനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ പ്രശംസിക്കുക, അവിടുത്തെ വാഴ്ത്തുക, പുകഴ്ത്തുക, മദഹ് പറയുക എന്നത് അതേ ഏത് കാലഘട്ടത്തിലും സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അവിടുത്തെ കുറിച്ച് മോശമായി സംസാരിക്കുന്നവർക്കെതിരെ മറുപടി പറയൽ അവിടുത്തോടുള്ള സ്നേഹമാണ്. അവിടുത്തെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നവർക്കെതിരെ ഏറ്റവും വലിയ ശക്തമായ നിലക്ക് നാവ് ചലിപ്പിക്കുക, തൂലിക ചലിപ്പിക്കുക എന്നത് അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും വകസറത്തുൽ ഹദീസ് അന്നി, നിങ്ങൾ സൂക്ഷിക്കണം, എന്നെ പറ്റി ധാരാളമായി പലതും പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. മൻ ഖാല അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഫലാ യഖൂലന്ന ഇല്ലാ, സത്യമായതുമല്ലാതെ എന്റെ പേരിൽ പറയരുത്. ഞാൻ ഫമൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ആരെങ്കിലും എന്റെ പേരിൽ വെച്ചുകെട്ടിയാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിയിൽ നിന്ന് അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥാപിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ ഉണർത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഈ സമൂഹത്തോട് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യഹൂദികളും നസറാനികളും ഒക്കെ പേച്ചു പോകാൻ പല കാരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ശാപകോപത്തിന് അവരൊക്കെ വിധേയരാകുവാൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവർ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മാതാവായ മറിയം റളിയല്ലാഹു അൻഹയെയും അതിരുവിട്ട് പ്രശംസിച്ചവരാണ്, അതിരുവിട്ട് പുകഴ്ത്തിയവരാണ്. അവരെക്കുറിച്ച് വിശ്വസിക്കേണ്ടതില്ലാത്തത്, വിശ്വസിക്കരുതാത്തത് വിശ്വസിച്ചവരായിരുന്നു. അവരെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ സമ്പ്രദായങ്ങളെ കാണിന് കാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകി. ആ കൂട്ടത്തിൽ ഈ സമൂഹത്തോട് അവിടുന്ന് നൽകിയ വാണിംഗാണ്, മുന്നറിയിപ്പാണ്. ലാ തുറൂനി, നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കരുത്, നിങ്ങൾ എന്നെ അതിരി കവിഞ്ഞു പുകഴ്ത്തരുത്. ക്രിസ്ത്യാനികൾ, നസറാനികൾ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ അതിരിവിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അതിരിവിട്ട് പ്രശംസിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന ആശയത്തിന് വിരുദ്ധമായതൊന്നും പറയാൻ പാടില്ല. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ മകനാണെന്നാണ് പറഞ്ഞത്. മകനാണെന്ന്, അല്ലാഹുവിന്റെ മകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയരുതെന്ന് മാത്രമല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിരുവിട്ടതൊന്നും പറയാൻ പാടില്ല. അതിനുള്ള തെളിവാണ് അല്ലാഹുവിന്റെ മകനാണെന്ന് പറയാതെ തന്നെ
ചില കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നപ്പോൾ, ഒരു കല്യാണ പന്തലിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നപ്പോൾ പ്രവാചകനെ കണ്ടപ്പോൾ ആ കൊച്ചു പെൺകുട്ടികൾ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിൽ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോൾ കുട്ടികൾ പാടിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വിളിച്ച് ഉപദേശിക്കുകയാണ്, മക്കളെ ഇത് നിങ്ങൾ പറയാൻ പാടില്ല. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഈ പെൺകുട്ടികൾ അള്ളാന്റെ മകനാണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞത്? നാളെ നടക്കാതിരിക്കുന്ന മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? വിരോധിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ പറയാൻ പാടില്ലെന്ന് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ രണ്ട് വാചകങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ മനസ്സുകളിൽ എപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കണം. രണ്ടും ഞാൻ വായിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് പകർത്തി എഴുതിയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, വമൻ ഹദ്ദസക, ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, അന്നഹു, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നയാളാണെന്ന് പറഞ്ഞാൽ, ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞത്, അവൻ കളവാണ് പറഞ്ഞത്. കാരണം തുമ്മ ഖറാത്ത്, എന്നിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തെളിവായി താഴത്തോടി, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ഓരോ ശരീരവും സമ്പാദിക്കുക, പ്രവർത്തിക്കുക എന്നത് ഒരാൾക്കും അറിഞ്ഞുകൂടാ. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് നമുക്ക് കാണാം. രണ്ടാമത്തെ ഹദീസ് കേട്ടോളൂ. മഹദി തന്നെ പറയുകയാണ്, വമൻ ഹദ്ദസക, ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, അന്നഹു യഅലമുൽ ഗൈബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്നയാളാണ് എന്നാരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ, ഈ രണ്ട് ഹദീസുകളും സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശ്വസിച്ചതുപോലെ, സഹാബിമാർ വിശ്വസിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച് ആദരിച്ച് വിശ്വസിക്കുകയാണ് വേണ്ടത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയാനെന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലുതും ഭീകരവുമായ ഒട്ടേറെ കളവുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നടത്തിവെക്കപ്പെട്ടിട്ടുള്ള ഗദ്യപദ്യങ്ങളാണ് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തോടുള്ള സ്നേഹമല്ല, ഇത് അവിടുന്ന് ഏറ്റവും വിരോധിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവിടുത്തെ പേരിൽ കളവ് പറയാതെ, അവിടുന്ന് കൊണ്ടുവന്നത് ജീവിതത്തിൽ സർവാത്മന അംഗീകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി അവിടുത്തെ നാമം കേൾക്കുമ്പോൾ പോലും ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും, വിശ്വാസങ്ങളിലും, ആചാരങ്ങളിലും, അനുഷ്ഠാനങ്ങളിലും, ഇടപാടുകളിലും, കച്ചവടങ്ങളിലും, കുടുംബജീവിതത്തിലും, അയൽപക്ക ബന്ധത്തിലും, ആളുകളോടുള്ള പെരുമാറ്റത്തിലും, സംസാരത്തിലും, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എന്റെ ഹബീബ് എനിക്ക് കാണിച്ചിരുന്ന മാതൃകയും പാതയുമാണ് ഞാനേറെ ഇഷ്ടപ്പെടുന്നതെന്ന് വാദിക്കുക മാത്രമല്ല, അത് പ്രയോഗരംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം എല്ലാ രംഗത്തും നാം നിലനിർത്തേണ്ടതുണ്ട്. ആ നിലക്ക് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിഞ്ഞ് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും അധ്വാനിക്കുക. സർവശക്തൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് രക്ഷയും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار.
اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن، وأدم عليها الأمن والأمان وعلى سائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.